തൃണമൂൽ കോൺഗ്രസിൽ വിമത നീക്കം ശക്തമായി. രാജ്യസഭാ MP സുഗേന്ദു ശേഖർ റോയ് പാർട്ടി അംഗത്വം രാജിവെച്ചിരിക്കുന്നു. ബാലു തന്നെ വിശദാംശങ്ങൾ നൽകും. ബാലു, ഒരു വിമത നീക്കം കഴിഞ്ഞ കുറച്ചു നാളുകളായി നടക്കുന്നുണ്ട്. അതിപ്പോൾ തീവ്രമായ തലത്തിലേക്ക് പോവുകയും ഒരു പ്രത്യക്ഷമായി തന്നെ ഒരു പിളർപ്പിലേക്ക് പോവുകയുമാണോ? ശ്രീജ, ഈ തൃണമൂൽ കോൺഗ്രസിന്റെ വിമത നീക്കത്തിന്റെ ആദ്യ പതിപ്പ് നമ്മൾ കണ്ടത് കൊൽക്കത്തയിലാണ്. പക്ഷേ ഇതിന്റെ രണ്ടാം പതിപ്പാണ് ഇപ്പോൾ ഡൽഹിയിൽ നടക്കാൻ വേണ്ടി പോകുന്നത്, അല്ലെങ്കിൽ നടക്കാൻ ആരംഭിച്ചിരിക്കുന്നത്. ഏറ്റവും പുതുതായി ലഭിക്കുന്ന വിവരം അനുസരിച്ച് തൃണമൂൽ കോൺഗ്രസിന്റെ രാജ്യസഭാ അംഗം സുഗേന്ദു ശേഖർ റോയ് തന്റെ പാർട്ടിയിൽ നിന്നുള്ള എല്ലാ സ്ഥാനമാനങ്ങളും അദ്ദേഹം രാജിവെച്ചിട്ടുണ്ട്. രാജ്യസഭാ അംഗത്വവും രാജിവെക്കുമെന്നാണ് സുഗേന്ദു ശേഖർ റോയ് ഇപ്പോൾ ഒരു വാർത്താക്കുറിപ്പിലൂടെ മാധ്യമങ്ങളെ അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. ബംഗാൾ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ, തെരഞ്ഞെടുപ്പ് തോൽവിയുടെ പശ്ചാത്തലത്തിലാണ് തന്റെ ഈ നീക്കമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇന്ന് രാവിലെ മുതൽ ഡൽഹിയിൽ പ്രചരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ മമതാ ബാനർജി ഡൽഹിയിൽ ഉള്ളപ്പോൾ തന്നെ തൃണമൂലിലെ വിമത MP-മാർ സ്പീക്കറെ കണ്ട് പ്രത്യേക ബ്ലോക്കായി ഇരിക്കാൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെടുമെന്നതാണ്. 19 MP-മാരുടെ പിന്തുണ ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ കൂറുമാറ്റ നിരോധന നിയമത്തിന്റെ പരിധിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഇവർക്ക് കഴിയുന്നത്. അതുകൊണ്ട് 20 MP-മാരുടെ പിന്തുണ ഉറപ്പാക്കുന്നതിനുള്ള ശ്രമം വിമത ക്യാമ്പിൽ നടക്കുകയും ചെയ്യുന്നുണ്ട്. ഇന്നലെയാണ് മമത ഡൽഹിയിലെത്തിയത്. പക്ഷേ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, മമതയെ കാണുവാൻ കാര്യമായി ഈ തൃണമൂൽ MP-മാർ ആരും തന്നെ എത്തിയിട്ടില്ല എന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. സാധാരണഗതിയിൽ മമതാ ബാനർജി ഡൽഹിയിലെത്തുമ്പോൾ ഈ തൃണമൂൽ MP-മാരൊക്കെ എന്ത് തിരക്കുണ്ടെങ്കിലും അവർ ഡൽഹിയിൽ മമതയെ അനുഗമിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. ഇത്തവണ അഭിഷേക് ബാനർജിയും അതുപോലെ തന്നെ മറ്റു 1-2 MP-മാർ മാത്രമാണ് മമതയെ കാണുവാൻ വേണ്ടി എത്തിയിട്ടുള്ളത്. തൃണമൂലിൽ ഡൽഹിയിലെ ലോക്സഭയിലും രാജ്യസഭയിലും അടങ്ങുന്ന പാർലമെന്ററി പാർട്ടിയിൽ ഒരു പിളർപ്പ് അനിവാര്യമായി മാറിയിരിക്കുകയാണ്. അതിൻ്റെ ആദ്യ ഘട്ടം എന്ന നിലയിലാണെങ്കിൽ, അതിൻ്റെ ആദ്യ നീക്കം എന്ന നിലയിലാണ് ഇപ്പോൾ സുഗേന്ദു ശേഖർ റോയുടെ രാജി ഉണ്ടായിരിക്കുന്നത്.